താഴ്വര ഭാഗം 11. പ്രഭാതത്തിൻ്റെ ആദ്യ വെളിച്ചം താഴ്വരയെ ഇളം വെള്ളിയും മൃദുവായ നീലിയും നിറങ്ങൾ കൊണ്ട് വരച്ചു. മഞ്ഞിൻ്റെ ഒരു പുതപ്പ് പ്രകൃതിയെ മൂടി. പരിചിതമായ കാഴ്ചകളെ ഒരു സ്വപ്നതുല്യമായ അത്ഭുത ലോകമാക്കി മാറ്റി. അന്തരീക്ഷം മൃദുവായിരുന്നു. ശരീരങ്ങളിൽ കൂടെ തുളച്ചു കയറുന്ന ഒരു തണുപ്പ് പടർന്നു. പക്ഷെ കുഞ്ഞു ലാമിക്ക് അതൊരു മാന്ത്രിക ലോകമായിരുന്നു. ജനാലകളിലൂടെ പ്രതിഫലിക്കുന്ന മഞ്ഞിൻ്റെ നേരിയ തിളക്കം കണ്ടാണ് അവൾ ഉണർന്നത്. അപ്പോഴും പുതപ്പിൽ പൊതിഞ്ഞിരുന്ന അവൾ ഉറക്കച്ചടവുള്ള കണ്ണുകൾ തിരുമ്മി മിന്നുന്ന വെളിച്ചവുമായി പൊരുത്തപ്പെട്ടു. പുറത്തെ കാഴ്ചകൾ കണ്ട് അവളുടെ മുഖം വിടർന്നു. മഞ്ഞ് താഴ്വരയെ രാത്രിയിൽ ശൈത്യകാലം ചുംബിച്ചിരിക്കുന്നു. അവളുടെ ഉള്ളിൽ ആവേശം നുരഞ്ഞു പൊന്തി. അവൾ പുതപ്പ് വലിച്ചെറിഞ്ഞ് കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. തണുപ്പിൽ നിന്നും സംരക്ഷണം നൽകുന്ന കമ്പിളിക്കുപ്പായം എടുക്കാൻ പോലും നിൽക്കാതെ പുറത്തേക്കോടി. അവളുടെ നഗ്നമായ പാദങ്ങൾ തണുത്ത മരത്തറയിൽ സ്പർശിച്ച നിമിഷം അവളുടെ നട്ടെല്ലിൽ ഒരു കുളിർ പടർന്നു. പക്ഷെ അവളത് കാര്യമാക്കിയില്ല. അവൾക്ക് ആ കാഴ്ചകൾ കാണണമായിരുന്നു, അതനുഭവിക്കണമായിരുന്നു. അവൾ മുറ്റത്തേക്ക് കാലെടുത്തു വെച്ച ഉടനെ ശുദ്ധമായ ആനന്ദത്തിൽ അവളുടെ കണ്ണുകൾ വിടർന്നു. വീടിൻ്റെ മേൽക്കൂര മുതൽ വയലിൻ്റെ അപ്പുറം വരെ അവൾക്ക് മുൻപിലുള്ള മുഴുവൻ ലോകവും വെളുത്ത വസ്ത്രം ധരിച്ച് പരന്നു കിടന്നു. അവൾ നീങ്ങുമ്പോൾ മഞ്ഞിൽ അവളുടെ കുഞ്ഞു കാൽപ്പാടുകൾ പതിഞ്ഞു. വീടിന് മുന്നിൽ തൂക്കിയിട്ടിരുന്ന വിളക്ക് ചെറുതായി മിന്നി നിന്നു. അതിൻ്റെ പ്രകാശം മഞ്ഞിൽ തട്ടി പ്രതിഫലിച്ച് മുറ്റത്ത് ഒരു സ്വർണ്ണത്തിളക്കം വീശി. കഴുത്തിലൊരു കമ്പിളി ഷോൾ പുതച്ചുകൊണ്ട് പാർവൺ പുറത്തേക്ക് വന്നു. പിന്നിലായി യാമിയും. മഞ്ഞിൽ കളിക്കുന്ന മകളെ കണ്ട് പാർവൺ ചെറുതായി ചിരിച്ചു. യാമി രസകരമായി തലയാട്ടി. ലാമി, കുഞ്ഞെ, നിനക്ക് ജലദോഷം പിടിക്കും. യാമി സൗമ്യമായി ശകാരിച്ചു. നീ അകത്തേക്ക് വന്ന് കാലുറകൾ ധരിക്കൂ. വായുവിൽ ചെറിയ മേഘങ്ങൾ രൂപപ്പെടുത്തി. ലാമി ശ്വാസം വിട്ടു. പക്ഷെ അമ്മേ, നോക്ക്, ഇതെല്ലാം എത്ര മനോഹരമാണ്. എല്ലാം മഞ്ഞിൽ മൂടിയിരിക്കുന്നു. ഈ മരങ്ങൾ പോലും വെളുത്ത ഉടുപ്പിട്ടതുപോലെ തോന്നുന്നു. പാർവൻ മുന്നോട്ട് നടന്ന് വിളക്ക് കെടുത്തുമ്പോൾ പുഞ്ചിരിച്ചു. അതെ, എല്ലാം മനോഹരമാണ്. പക്ഷെ പുറത്തധിക നേരം നിൽക്കണ്ട. പറന്നു വീഴുന്ന മഞ്ഞു കഷ്ണങ്ങൾ നീട്ടിയ കയ്യിൽ പതിക്കാൻ അനുവദിച്ചുകൊണ്ട് ലാമി കൈപ്പത്തിയിൽ അവ ഉരുകുന്നത് കൗതുകത്തോടെ നോക്കി. കുനിഞ്ഞ് ഒരു പിടി മഞ്ഞ് കോരിയെടുത്തു. അത് കൈകളിൽ പടർത്തുന്ന തണുപ്പ് ആസ്വദിച്ചു. ഈ കയ്യുറകൾ ധരിക്കൂ. അയാൾ വസ്ത്രത്തിൽ നിന്നും 2 കമ്പിളി കയ്യുറകൾ എടുത്ത് അവൾക്ക് നൽകി. മടിയോടെ അവ വാങ്ങി കയ്യിൽ ധരിക്കുമ്പോഴും അവളുടെ ആവേശത്തിന് കുറവില്ലായിരുന്നു. അച്ഛാ, എല്ലാ ജീവികൾക്കും ഈ മഞ്ഞുകാലം ഇഷ്ടമാണോ? അവൾ കൗതുകത്താൽ തിളങ്ങുന്ന കണ്ണുകളോട് ചോദിച്ചു. പാർവൺ ചിരിച്ചു. ചിലർക്കിഷ്ടമായിരിക്കും, പക്ഷെ എല്ലാവർക്കുമല്ല. പക്ഷികൾക്ക് ഭക്ഷണം തിരയാൻ ബുദ്ധിമുട്ടായിരിക്കും. മുയലുകൾ അവയുടെ മാളങ്ങളിൽ ഒളിച്ചിരിക്കും. ആടുകൾ അപ്പോഴാണ് ലാമി തൻ്റെ ആടുകളെക്കുറിച്ച് ഓർത്തത്. മറ്റൊരു വാക്കുപോലും പറയാതെ അവൾ തൊഴുത്തിലേക്ക് ഓടി. അവളുടെ ചെറിയ കാലുകൾ മഞ്ഞിൽ ചെറിയ മുദ്രകൾ അവശേഷിപ്പിച്ചു. പാർവണും യാമിയും പരസ്പരം പുഞ്ചിരിച്ച് അവളെ പിന്തുടർന്നു. ലാമി തൊഴുത്തിലെത്തിയ നിമിഷം ആടുകളുടെ മൃദുലമായ കരച്ചിൽ അവളെ എതിരേറ്റു. അവൾ അകത്തേക്ക് എത്തി നോക്കി. ആ കാഴ്ച കണ്ട് അവളുടെ ഹൃദയം പിടഞ്ഞു. ആടുകളെല്ലാം ഒന്നിച്ചു കൂടിയിരിക്കുന്നു. അവരുടെ ശ്വാസം തണുത്ത വായുവിൽ മൂടൽമഞ്ഞിൻ്റെ മേഘങ്ങൾ രൂപപ്പെടുത്തി. അടുത്തായി ജനിച്ച 2 ആട്ടിൻകുട്ടികൾ അമ്മയുടെ കീഴിൽ ചുരുണ്ടുകൂടി. അവരുടെ ചെറിയ ശരീരം വിറച്ചു. ലാമി ഉടനെ അകത്തേക്ക് കയറി. അവളുടെ ചെറിയ കൈകൾ കൊച്ചു കുട്ടികളിലേക്ക് നീട്ടി. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് തണുക്കുന്നുണ്ടോ? അവൾ ശ്രദ്ധാപൂർവം അവയെ കൈകളിലേക്ക് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. അവരുടെ ചെറിയ ശരീരങ്ങൾ ചൂട് തേടി അവളിലേക്ക് ചാഞ്ഞു. പാർവണും യാമിയും അവിടേക്ക് വന്നു. പാർവൺ തൊഴുത്ത് മൊത്തത്തിലൊന്ന് നോക്കി, മുഖം ചുളിച്ചു. ഇത് ശരിയാകില്ല. വരും ദിവസങ്ങളിൽ തണുപ്പ് കൂടുതൽ വഷളാകും. രാത്രിയാകുന്നതിന് മുമ്പ് നമുക്കിത് കൂടുതൽ സുരക്ഷിതമാക്കണം. ലാമി നിലത്തിരുന്ന് ആട്ടിൻ കുഞ്ഞുങ്ങളെ നെഞ്ചിലമർത്തി. അവളുടെ ചൂട് അവയിലേക്ക് പകരാൻ ശ്രമിച്ചു. മൃദുവായ ഒരു രാഗം അവൾ മൂളി. അവയുടെ ഇളം രോമങ്ങളിൽ വിരലുകൾ കൊണ്ട് തലോടി. ഒരു കുട്ടിയെ ആശ്വസിപ്പിക്കുന്നത് പോലെ അവൾ അവരോട് സംസാരിച്ചു. കുഞ്ഞുങ്ങളെ, വിഷമിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് ചൂട് തരാം. അന്ന് തന്നെ കുടുംബം ഒന്നിച്ച് തൊഴുത്ത് ശക്തിപ്പെടുത്തുന്നതിനുള്ള പണി തുടങ്ങി. പാർവൺ പുല്ലുകൊണ്ട് ചുവരിലെ വിടവുകൾ അടച്ചു. മേൽക്കൂരയിൽ ചോർച്ചയുണ്ടോ എന്ന് പരിശോധിച്ചു. മഞ്ഞും തണുപ്പും അകത്തേക്ക് കടക്കാത്ത വിധം ഉണങ്ങിയ വൈക്കോൽ കൊണ്ട് മേൽക്കൂരയുടെ കട്ടി കൂട്ടി. യാമി വൈക്കോൽ കെട്ടുകൾ തറയിൽ നിരത്തി.
അവയ്ക്ക് ചൂട് നിലനിർത്താനുള്ള കട്ടിയുണ്ടെന്ന് ഉറപ്പാക്കി. ലാമി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് ചെറിയ വൈക്കോൽ കെട്ടുകൾ ചുമന്ന് തൊഴുത്തിന് ചുറ്റും ശ്രദ്ധാപൂർവം വച്ചു. ജോലി ചെയ്യുമ്പോൾ അവൾ ഓരോ വാർഡിനെയും പേരെടുത്ത് വിളിച്ച് സംസാരിച്ചു. അവരോട് ചെറിയ കഥകൾ പറഞ്ഞു. വൈകുന്നേരമായപ്പോഴേക്കും തൊഴുത്ത് കൂടുതൽ സുഖകരമായ ഒരു അഭയകേന്ദ്രമായി മാറിയിരുന്നു. ലാമി മൂലയിൽ ഒരു പഴയ തുണി മടക്കി കുഞ്ഞുങ്ങൾക്കായി ഒരു ചെറിയ കൂട് നിർമ്മിച്ച് അവയെ അതിനുള്ളിൽ വച്ചു. അവർ പരസ്പരം പറ്റിപ്പിടിച്ചു കിടന്നു. ഒടുവിൽ അവരുടെ വിറയൽ നിലച്ചു. ലാമിയുടെ മനസ്സ് സന്തോഷം കൊണ്ട് തിളങ്ങി. അന്ന് രാത്രിയിൽ പുറത്ത് മഞ്ഞുവീഴ്ച ശക്തി പ്രാപിച്ചപ്പോൾ ലാമി കിടക്കയിൽ കിടന്ന് അവളുടെ അടുത്തുള്ള വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിലേക്ക് നോക്കി. മൂലയിലെ നെരിപ്പോടിൽ തീ ദുർബലമായി മിന്നിമറഞ്ഞു. മുറിയിലുടനീളം ചൂടുള്ള നിഴലുകൾ വീശുന്നു. എന്നാൽ സ്വന്തം കിടക്കയുടെ സുഖമുണ്ടായിരുന്നിട്ടും അവൾക്ക് ആട്ടിൻകുട്ടികളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ കഴിഞ്ഞില്ല. അവയ്ക്ക് ആവശ്യത്തിന് ചൂട് കിട്ടുന്നുണ്ടോ? അവ ഇപ്പോഴും വിറയ്ക്കുന്നുണ്ടോ? അവൾക്ക് സഹിക്കാൻ കഴിയാത്തത്ര ചിന്തകൾ അവളെ പിടിമുറുക്കിയിരുന്നു. ലാമി എഴുന്നേറ്റിരുന്ന് വിളക്കിലേക്ക് നോക്കി. അവൾ കൈനീട്ടി അതിൻ്റെ വെളിച്ചം കൂട്ടി. ഉറങ്ങിക്കിടന്ന പാർവണിൻ്റെ അരികിലേക്ക് തിരിഞ്ഞ് അവൾ മെല്ലെ വിളിച്ചു, "അച്ഛാ, എഴുന്നേൽക്ക്." പാർവൺ ഒന്നിളകി കണ്ണുകൾ തുറന്നു. "ലാമി, നീ എന്താ ഉറങ്ങാത്തത്?" "അച്ഛാ, നമുക്ക് ആടുകളെ ഒന്ന് നോക്കണം. കുഞ്ഞുങ്ങൾ വീണ്ടും വിറയ്ക്കുന്നുണ്ടാകും." പാർവൺ മുഖം തിരുമ്മി നെടുവീർപ്പിട്ടു. "അവർ സുരക്ഷിതരാണ് ലാമി. അവരുടെ അമ്മ അവർക്ക് ചൂട് കൊടുക്കും." "പക്ഷെ പുറത്ത് വളരെ തണുപ്പാണ്." അവൾ നിർബന്ധിച്ചു. "ഒന്ന് വാ അച്ഛാ, നമുക്ക് പോയിന്ന് നോക്കാം." അവളുടെ കണ്ണുകളിലെ ആശങ്ക കണ്ടപ്പോൾ പാർവൺ എഴുന്നേറ്റു. അവരുടെ സംഭാഷണം കേട്ടുണർന്ന യാമി എഴുന്നേറ്റ് കട്ടിയുള്ള ഒരു ഷാൾ പുതച്ച് രണ്ടാമതൊരു വിളക്ക് കത്തിച്ചു. "ശരി, നമുക്ക് നോക്കാം," അവൾ പറഞ്ഞു. അവർ പുറത്തേക്കിറങ്ങിയ നിമിഷം തണുപ്പ് തിരമാല പോലെ അവരെ ബാധിച്ചു. മഞ്ഞിൻ്റെ കഷ്ണങ്ങൾ വഹിച്ചുകൊണ്ട് ഒരു കാറ്റലറി. കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും തണുപ്പ് അവരുടെ അസ്ഥികളിലേക്ക് ഇരച്ചു കയറി. തൊഴുത്തിലേക്ക് പോകുമ്പോൾ യാമി വിളക്ക് ഉയർത്തിപ്പിടിച്ചു. കാലുകൾക്കടിയിൽ മഞ്ഞ് ഞെരുങ്ങി. അകത്താടുകൾ പരസ്പരം ചൂടുപറ്റി ചേർന്ന് കിടന്നു. ലാമിയുടെ കണ്ണുകൾ ആട്ടിൻകുട്ടികളെ തിരഞ്ഞു. താൻ ഉണ്ടാക്കിയ കൂട്ടിൽ അവയെ കാണാതായപ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് കൂടി. "അതാ അവിടെയുണ്ട്." അമ്മയുടെ ചൂട് വലിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ രണ്ടും അമ്മയുടെ പിന്നിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന ഒരു മൂലയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് യാമി പറഞ്ഞു. പക്ഷെ അവ അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ലാമി സമയം പാഴാക്കിയില്ല. അവൾ അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവരെ പതുക്കെ കൈകളിലെടുത്തുയർത്തി അവയെ ചേർത്ത് പിടിച്ചു. ശേഷം അവരെ അമ്മയുടെ വയറിലേക്ക് അമർത്തി. "ആവശ്യത്തിന് പാല് കുടിക്കൂ," അവൾ അവരെ മൃദുവായി പ്രേരിപ്പിച്ചു. കുഞ്ഞുങ്ങൾ അമ്മയെ കെട്ടിപ്പിടിച്ചു ആർത്തിയോടെ പാല് കുടിച്ചു. അവ വയറു നിറച്ചു കഴിഞ്ഞപ്പോൾ ലാമി അവയെ വീണ്ടും എടുത്ത് നെഞ്ചോട് ചേർത്തു. "നമുക്കിവരെ അകത്തേക്ക് കൊണ്ടുപോകാം. അവിടെ അവർക്ക് കൂടുതൽ ചൂട് കിട്ടും." പാർവനും യാമിയും തലയാട്ടുന്നതിന് മുമ്പ് പരസ്പരം നോക്കി. അകത്തേക്ക് തിരികെ വന്നപ്പോൾ ലാമി ആട്ടിൻകുട്ടികളെ തൻ്റെ കിടക്കയ്ക്കരികിൽ കിടത്തി. നെരിപ്പോടിൻ്റെ ചൂട് ഒരു സൗമ്യമായ ആലിംഗനം പോലെ അവരെ ചുറ്റിപ്പിടിച്ചു. പുറത്ത് കൊടുങ്കാറ്റാഞ്ഞടിച്ചപ്പോൾ ലാമി അവരുടെ അരികിൽ ചുരുണ്ടുകൂടി. അവളുടെ ചെറിയ കൈകൾ അവരുടെ ചെറിയ ശരീരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പൊതിഞ്ഞു. റാന്തലിൻ്റെ വെളിച്ചം മങ്ങി. ആ രാത്രിയിൽ ആദ്യമായി ലാമി കണ്ണുകൾ അടച്ചു. ചുണ്ടുകളിൽ ഒരു ശാന്തമായ പുഞ്ചിരി വിരിഞ്ഞു. സ്നേഹം നിറഞ്ഞ അവളുടെ ഹൃദയത്തോട് ചേർന്ന് ആട്ടിൻകുട്ടികൾ സുഖമായി ഉറങ്ങി. താഴ്വരയിലെ തണുപ്പ് കൂടി വന്നു. ഗ്രാമം ഒരു വെളുത്ത പുതപ്പിനടിയിൽ ഒളിച്ചു കിടന്നു. മഞ്ഞു ഭൂമിയുടെ ഓരോ ഇഞ്ചും മൂടിയിരുന്നു. അത് ഭൂമിയുടെ അരികുകളെ മൃദുവാക്കുകയും അതിനെ ഒരു ശൈത്യകാല അത്ഭുത ലോകമാക്കി മാറ്റുകയും ചെയ്തു. വിളറിയതാണെങ്കിലും പ്രഭാത സൂര്യൻ മഞ്ഞു മൂടിയ ഭൂപ്രകൃതിയിൽ വെള്ളി നിറത്തിലുള്ള ഒരു തിളക്കം വീശുന്നു. ചിമ്മിനികളിൽ നിന്ന് പുക അലസമായി ചുരുണ്ടുകൂടി തെളിഞ്ഞ നീലാകാശത്തിലേക്ക് ലയിച്ചു. പുതിയ മഞ്ഞിൻ്റെയും കത്തുന്ന വിറകിൻ്റെയും ഗന്ധം വഹിച്ചുകൊണ്ട് മൂർച്ചയുള്ളതും എന്നാൽ ഉന്മേഷദായകവുമായ തണുത്ത കാറ്റ് വീശുന്നു. ഈ ശാന്തമായ അന്തരീക്ഷത്തിനിടയിൽ പാർവണും അശ്മിനും ശൈത്യകാല വിളവെടുപ്പിൻ്റെ ശ്രമകരവും എന്നാൽ പ്രതിഫലദായകവുമായ ജോലിക്കായി തയ്യാറെടുത്ത് അതിരാവിലെ പുറപ്പെട്ടു. സുരക്ഷിതമായ മഞ്ഞുപാളികൾക്കടിയിൽ തങ്ങളുടെ പച്ചക്കറികൾ ഒളിഞ്ഞിരിക്കുന്ന ചെറിയ വയലിലേക്ക് നീങ്ങുമ്പോൾ അവരുടെ കാലുറകൾ തണുത്തുറഞ്ഞ നിലത്തുരഞ്ഞു. മഞ്ഞിൻ്റെ ഉപരിതലം ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചുകൊണ്ട് താഴെ പഴുത്ത പച്ചക്കറികളുടെ അടയാളങ്ങൾ തേടി അശ്മിൻ കുനിഞ്ഞു.
വർഷങ്ങളായി ഭൂമിയെക്കുറിച്ചുള്ള ഒരു ധാരണ അയാൾ വികസിപ്പിച്ചെടുത്തിരുന്നു. മഞ്ഞിൻ്റെ ഘടനയിലെ ഏറ്റവും സൂക്ഷ്മമായ മാറ്റങ്ങൾ പോലും മനസ്സിലാക്കാൻ അശ്വിന് കഴിയുമായിരുന്നു. നിലം അല്പം ഉയർന്നിരിക്കുന്നിടത്ത് അടിയിൽ ഒരു പച്ചക്കറിയുടെ സാന്നിധ്യം അടയാളപ്പെടുത്തിക്കൊണ്ട് അയാൾ വിരലുകൾ ഉപരിതലത്തിൽ ഓടിച്ചു. പാർവൺ ഒരു ബലമുള്ള കോരി ഉപയോഗിച്ച് താഴെയുള്ള ദുർബലമായ വിളകൾക്ക് ദോഷം വരുത്താത്ത വിധം മഞ്ഞ് നീക്കം ചെയ്തു. കൊടും തണുപ്പാണെങ്കിലും പുറമെയുള്ള മഞ്ഞ് പച്ചക്കറികളെ പുതുമയുള്ളതും കഠിനമായ ശൈത്യകാല കാറ്റിൽ നിന്ന് കേടുകൂടാതെയും സൂക്ഷിച്ചു. മഞ്ഞ് പുറന്തള്ളപ്പെട്ടപ്പോൾ ഇരുണ്ടതും ഫലഭൂയിഷ്ടവുമായ മണ്ണ് കാഴ്ചയിൽ തെളിഞ്ഞു വന്നു. ചുറ്റുമുള്ള ശുദ്ധമായ വെളുത്ത മഞ്ഞിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു അത്. അശ്വിനും പാർവനും പച്ചക്കറികൾ കുഴിച്ചെടുക്കുമ്പോൾ അവ ശേഖരിക്കാൻ തയ്യാറായി കയ്യിൽ കൊട്ടകളുമായി യാമിയും മാനിയും സമീപത്ത് നിന്നു. കമ്പിളി ഷോളുകൾ പുതച്ചു നിൽക്കുമ്പോഴും തണുപ്പിൽ വിരലുകൾ ചെറുതായി മരവിച്ച അവരുടെ ശ്വാസം മഞ്ഞുമൂടിയ വായുവിൽ ചെറിയ മേഘങ്ങൾ രൂപപ്പെടുത്തി. കുറച്ചകലെ ദായുവും ലാമിയും അവരുടേതായ സാഹസികതയിൽ ഏർപ്പെട്ടിരുന്നു. പരസ്പരം മഞ്ഞുവാരിയെറിഞ്ഞു. തണുപ്പേറ്റ അവളുടെ കവിളുകൾ പിങ്ക് നിറമായി മാറി. ദായുവിൻ്റെ കളിയായ ആക്രമണങ്ങളിൽ നിന്ന് ചിരിയുടെ പീലികൾ പുറപ്പെടുവിച്ചുകൊണ്ട് അവൾ ഒഴിഞ്ഞു മാറി. അശ്വിൻ ശ്രദ്ധാപൂർവം തൻ്റെ ആയുധം ഉപയോഗിച്ച് ആദ്യത്തെ പച്ചക്കറി പുറത്തെടുത്തു. മഞ്ഞുകൊണ്ട് ചെറുതായി പൊതിഞ്ഞ ഒരു ഓറഞ്ച് ക്യാരറ്റ്. അയാൾ അത് യാമിയുടെ കയ്യിൽ കൊടുത്തു. അവൾ തുണികൊണ്ട് അതിലെ അയഞ്ഞ മണ്ണ് തുടച്ച് കൊട്ടയിൽ വച്ചു. ഓരോന്നായി അവർ വിളവെടുത്തു. ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, പലതരത്തിലുള്ള ചീരകൾ എന്നിവ പറിച്ചെടുത്തു. അവയുടെ സമ്പന്നമായ നിറങ്ങൾ ശൈത്യകാല ഭൂപ്രകൃതിക്ക് ജീവൻ നൽകി. ഓരോ പച്ചക്കറിയും ശ്രദ്ധാപൂർവം പരിചരിച്ചും വൃത്തിയാക്കി തരംതിരിച്ചും കൊട്ടകളിൽ വച്ചു. മാന്യ ശ്രദ്ധാപൂർവം തൻ്റെ കത്തി ഉപയോഗിച്ച് ചില പച്ചക്കറികളുടെ പുറംപാലുകൾ മുറിച്ചു. അനാവശ്യമായ ഇലകൾ നീക്കം ചെയ്തു. ലാമി കളിമതിയാക്കി അവരെ സഹായിക്കാനായി കൂടി. ജോലിയുടെ വേഗത ശ്രദ്ധിച്ച ലാമി മഞ്ഞിൽ കാലുകൾ കുഴിച്ചിടുന്ന തിരക്കിലായിരുന്ന ദായുവിനെ ജോലിയിൽ സഹായിക്കാനായി വിളിച്ചു. ദായു മുകളിലേക്ക് നോക്കി മടിയോടെ തലയാട്ടി. പിന്നെ അവൻ പറയുന്നത് കേൾക്കുന്നില്ലെന്ന് നടിച്ച് മഞ്ഞിൽ കാലുകൾ ആഴത്തിൽ കുഴിച്ചിട്ടു. ലാമി നെടുവീർപ്പിട്ടു. നിരാശയോടെ അവൾ അമ്മയെ സഹായിക്കാൻ തിരിഞ്ഞു. അവസാന പച്ചക്കറിയും വിളവെടുത്ത ശേഷം പാർവനും അശ്വിനും സ്ത്രീകൾ വിളകൾ തരം തിരിച്ച് വൃത്തിയാക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. ലാമിയുടെ ചെറിയ കൈകൾ വളരെ സൂക്ഷ്മതയോടെ ഓരോ ക്യാരറ്റും പൊടി തട്ടിയെടുത്ത് ശ്രദ്ധയോടെ കൊട്ടയിൽ വെക്കുന്നത് കണ്ട് അശ്വിൻ അവളെ തന്നെ നോക്കി നിന്നു. അവളുടെ ഉത്സാഹവും ചെറിയ ജോലിയിൽ പോലുമുള്ള അവളുടെ സമർപ്പണവും അവനെ ആകർഷിച്ചു. അവൻ ഊഷ്മളമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ലാമി, ഇത്രയും മതി മോളെ, ഇനി ദായുവിനൊപ്പം പോയി കളിച്ചോളൂ. ലാമി മുകളിലേക്ക് നോക്കി. ഇല്ല, എനിക്ക് സഹായിക്കണം, അവൾ നിർബന്ധിച്ചു. അശ്വിൻ ചിരിച്ചു. സാരമില്ല, ഇനി കുറച്ചല്ലേ ഉള്ളൂ, അത് ഞങ്ങൾ എളുപ്പം തീർത്തോളാം. ലാമി തലയാട്ടി. അവൾ അവസാന ക്യാരറ്റ് കൊട്ടയിൽ വെച്ചിട്ട് ദായുവിൻ്റെ നേരെ തിരിഞ്ഞു. അവൻ അപ്പോഴേക്കും തൻ്റെ കാലുകൾ മഞ്ഞിൽ നിന്ന് മോചിപ്പിച്ച് ഒരു കളിയാക്കൽ പുഞ്ചിരിയോടെ ഓടാൻ തുടങ്ങി. ലാമി ചിരിച്ചുകൊണ്ട് അവനെ ഓടിച്ചു. കുട്ടികൾ കളിക്കുന്നത് കണ്ട് അശ്വിൻ പാർവൻ്റെ നേരെ തിരിഞ്ഞു. അവൾ വളരെ മിടുക്കിയാണ്. എത്ര സന്തോഷത്തോടെയാണ് അവൾ എല്ലാത്തിനെയും കാണുന്നത്. പാർവൻ്റെ മുഖം മൃദുവായി. അവൾ എൻ്റെ രാജകുമാരിയാണ്, വാത്സല്യം നിറഞ്ഞ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു. അശ്വിൻ പുഞ്ചിരിച്ചു. അവൾ ഈ താഴ്വരയിലെ രാജകുമാരിയാണ്. ഈ രാജകുമാരി എൻ്റെ ദായുവിന് വേണ്ടിയുള്ളതാണ്. പാർവൺ അവൻ്റെ നേരെ തിരിഞ്ഞു. അവൻ്റെ കണ്ണുകൾ ആഴത്തിലുള്ള വികാരത്താൽ നിറഞ്ഞു. ഞാനത് വളരെ മുമ്പേ തീരുമാനിച്ചതാണ്. അവൻ അശ്വിൻ്റെ കൈകൾ ദൃഢമായി പിടിച്ചു. അവരുടെ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം മനസ്സിലാക്കി മാനിയും യാമിയും പരസ്പരം പുഞ്ചിരിച്ചു. പാർവണിൻ്റെ നോട്ടം ലാമിയും ദായുവും കളിക്കുന്നിടത്തേക്ക് നീങ്ങി. അവരുടെ ചിരി മഞ്ഞുമൂടിയ വയലിൽ പ്രതിധ്വനിച്ചു. അവൻ വീണ്ടും സംസാരിക്കുന്നതിന് മുമ്പ് പറയാത്ത എന്തോ ഒരു നിഴൽ അവൻ്റെ മുഖത്ത് കടന്നുപോയി. ദായു അവൾക്ക് അനുയോജ്യമാകുമെന്ന് എനിക്കറിയാം, പാർവൻ തുടർന്നു. അവൻ്റെ ശബ്ദം ഇപ്പോൾ ശാന്തമായി വികാരത്തിൻ്റെ ആഴം കൊണ്ട് നിറഞ്ഞിരുന്നു. ഞാൻ അവിടെ ഇല്ലെങ്കിലും അവൻ അവൾക്കൊപ്പം ഉണ്ടാകും. അവളുടെ പുഞ്ചിരി ഒരിക്കലും മങ്ങരുത്. ഇപ്പോഴുള്ളതുപോലെ അത് ഈ താഴ്വര മുഴുവനും നിറഞ്ഞു നിൽക്കണം. പാർവൻ്റെ തോളിൽ അശ്വിൻ ഒരു ആശ്വാസകരമായ കൈവച്ചു. നീ എപ്പോഴും അവൾക്കൊപ്പം ഉണ്ടാകും പാർവൻ. ഒരുപക്ഷെ എപ്പോഴും നേരിട്ടല്ലായിരിക്കാം, പക്ഷെ നീ അവളെ പഠിപ്പിച്ച എല്ലാ പാഠങ്ങളിലും, നീ പറഞ്ഞ എല്ലാ കഥകളിലും, നീ അവൾക്ക് നൽകിയ സ്നേഹത്തിലും അവൾ എപ്പോഴും നിന്നെ കൂടെ കൊണ്ടുപോകും. പാർവൺ ദീർഘമായി ശ്വാസം വിട്ടു, തലയാട്ടി.
അവൻ്റെ കണ്ണുകൾ ചിന്തകളുടെ ആഴത്തിൽ നഷ്ടപ്പെട്ടതുപോലെ ഒരു വിദൂര നോട്ടം നിലനിർത്തി. കുട്ടികൾ ചിരിച്ചുകൊണ്ട് ദൂരേക്കോടി. ദിവസങ്ങൾ കടന്നുപോയി. ശീതകാലം അതിൻ്റെ ഉച്ചസ്ഥായിയിലായി. താഴ്വര തിളങ്ങുന്ന വെളുത്ത ലോകമായി മാറി. സൂക്ഷ്മമായ ചില്ലുകൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങൾ പോലെ മരക്കൊമ്പുകളിൽ നിന്ന് മഞ്ഞുകതിരുകൾ തൂങ്ങിക്കിടന്നു. താഴ്വരയിലൂടെ സജീവമായി ഒഴുകിയിരുന്ന അരുവി ഇപ്പോൾ നിശബ്ദവും തണുത്തുറഞ്ഞതുമായ ഒരു വിശാലതയായി മാറിയിരിക്കുന്നു. പാടങ്ങളിൽ പകുതി വളർന്ന ഗോതമ്പും ചോളവും മഞ്ഞിനടിയിൽ ഒരു ഹ്രസ്വകാല നിദ്രയിലാണ്ടു. കൊടും തണുപ്പുണ്ടായിരുന്നിട്ടും ഗ്രാമം അഭിവൃദ്ധിയിൽ തന്നെയായിരുന്നു. വീടുകളുടെ ചിമ്മിനികളിൽ നിന്ന് കൃത്യമായ ഇടവേളകളിൽ പുകയുയർന്നു. കൃഷിയിടങ്ങൾ പരിപാലിക്കാൻ കഴിയാതെ വന്ന കർഷകർ ഉൽപാദനക്ഷമത നിലനിർത്താൻ മറ്റു വഴികൾ കണ്ടെത്തി. അവർ അവരുടെ കൃഷി ഉപകരണങ്ങൾ നന്നാക്കി, വേലികൾ കെട്ടിയുറപ്പിച്ചു. മഞ്ഞുകാലം കഴിഞ്ഞ് കൃഷിപ്പണി തുടരുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. വീടുകൾക്കുള്ളിൽ ഹൃദ്യമായ പായസങ്ങളുടെയും പുതിയതായി തയ്യാറാക്കിയ പലഹാരങ്ങളുടെയും സുഗന്ധം വായുവിൽ നിറഞ്ഞു. പുറത്തെ തണുപ്പിനെതിരെ ആശ്വാസം നൽകി. താഴ്വരയിലെ വന്യജീവികൾ ശൈത്യകാല വെല്ലുവിളികളുമായി പൊരുത്തപ്പെട്ടു. പക്ഷികൾ തണുപ്പിനെതിരെ തൂവലുകൾ ഉയർത്തി. മാനുകൾ മഞ്ഞിനടിയിൽ ഭക്ഷണം തേടി. ഉപരിതലത്തിനടിയിൽ എലികൾ പോലെയുള്ള ചെറിയ ജീവികൾ മുകളിലെ കാഠിന്യത്തിൽ നിന്നും സുരക്ഷിതരായി മറഞ്ഞിരിക്കുന്ന തുരങ്കങ്ങളിലൂടെ തുരന്നു നടന്നു. ഈ മഞ്ഞുകാല കാഴ്ചകൾക്കിടയിൽ ലാമി, ദായു, കല്യോവിൻ, സവിത്രാൽ, ലോമിറ, മാരുതൻ എന്നിവരടങ്ങിയ കുട്ടിക്കൂട്ടം ഒരു ഹിമക്കരടി നിർമ്മിക്കാൻ ഒത്തുകൂടി. ലാമിയും ലോമിറയും ദായുവും ചേർന്ന് മഞ്ഞുരുട്ടിയെടുത്ത് കരടിയുടെ ഒരു വലിയ തലയെ രൂപപ്പെടുത്തി. അതേസമയം മാരുതനും സവിത്രാലും ഉണങ്ങിയ വിറകുകൾ മഞ്ഞുകൊണ്ട് മൂടി അതിൻ്റെ കാലുകൾ സൃഷ്ടിച്ചു. നിശബ്ദവും മരവിച്ചതുമായ താഴ്വരയ്ക്ക് ആശ്വാസമായി അവരുടെ ചിരിമുഴങ്ങി. പാർവൺ ഒരു മരക്കപ്പിൽ ചൂടുള്ള ചുക്കുവെള്ളവുമായി വീടിൻ്റെ പുറത്തേക്ക് വന്നു. ആകാശത്ത് നിന്ന് മഞ്ഞുതുള്ളികൾ അലസമായി ഒഴുകി വരുമ്പോൾ അത് നോക്കി അയാൾ തിണ്ണയിലിരുന്നു. മഞ്ഞുമൂടിയ വിശാലമായ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ശരീരത്തിലൂടെ ചൂട് പടരുന്നത് അനുഭവപ്പെട്ടുകൊണ്ട് അയാൾ പതുക്കെ ഒരു കവിൾ കുടിച്ചു. അവൻ്റെ ഹൃദയത്തിന് ഭാരം കൂടി വരുന്നത് പോലെ തോന്നി. ശൈത്യകാല നിദ്രയിൽ പുതച്ച താഴ്വര അവൻ്റെ ജാഗ്രതയുള്ള കണ്ണുകൾക്ക് കീഴിൽ നിശ്ചലമായി നിന്നു.